എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം. ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് 108 ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും ആളെ അറിയണമെങ്കിൽ എഴുതി ഒട്ടിക്കണം. തൃശൂർ സ്വദേശിയായ ഒരു ഗുരുഭക്തനായിരുന്നു കോന്നി മേസ്ത്രി. ഒരിക്കൽ കോന്നി മേസ്ത്രിക്ക് ഗുരു ഒരു സംഭാവന കൊടുത്തു. അതാണ് കോന്നി മേസ്ത്രിയുടെ സകല അഭിവൃദ്ധികളുടെയും അടിസ്ഥാനം. തനിക്ക് ആരാധ്യനായ ഗുരുവിനെ എന്നും കാണുന്നതിനായി ഗുരുവിനെ ഉൾപ്പെടുത്തി ഒരു ഫോട്ടോ എടുക്കുന്നതിന് ഗുരുദേവനോട് കോന്നി മേസ്ത്രി അനുവാദം ചോദിച്ചു. ഗുരു സമ്മതവും കൊടുത്തു. ഗുരുദേവനെ മുന്നിലിരുത്തി കുടുംബാംഗങ്ങളെല്ലാം പിന്നിൽ നിന്നു. ഫോട്ടോ എടുക്കാറായപ്പോൾ വീട്ടുകാരനല്ലാത്ത മറ്റൊരാൾ ഫോട്ടോയിൽ വരുന്നതിനായി അതിനിടയിൽ കയറി നിന്നു. പരിചിതനായതുകൊണ്ട് പറഞ്ഞകറ്റാൻ കോന്നി മേസ്ത്രിക്ക് കഴിഞ്ഞില്ല. മേസ്ത്രിയുടെ ഈ വിഷമസ്ഥിതി കണ്ടപ്പോൾ ഗുരുദേവൻ ചോദിച്ചു, നിങ്ങൾക്കും ഇതിൽ നിൽക്കണമോ? എന്നിട്ടും അയാൾ മാറിയില്ല. ഫോട്ടോ എടുത്താൽ ആളെ അറിയണമെങ്കിൽ ഇനി എഴുതി ഒട്ടിക്കണം, ഗുരു കൽപ്പിച്ചു. ഫോട്ടോ എടുത്തു. അതിൽ നോക്കിയപ്പോൾ ഗുരു പറഞ്ഞത് പരമാർത്ഥം. ഫോട്ടോയിൽ അയാളുടെ മുഖം നന്നായി പതിഞ്ഞിട്ടില്ല. അതിനാൽ ആളെ വ്യക്തമല്ല. വലിയ മഹാത്മാക്കൾ ചൊന്നാൽ ഫലമാ വാക്കിൻ്റെ പിന്നിൽ ഓടി വരും. നന്ദി, നമസ്കാരം.